ഗൈസ്, ഞാൻ ഈ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു കഥ പറഞ്ഞുതരാം. ഈ ഒരു കഥ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. 2021 ഡിസംബർ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നത്. ആ ഒരു മെസ്സേജ് അയച്ച ടൈമിലുണ്ടല്ലോ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ബോണ്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ പരിചയപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ +1ഉം അതുപോലെ ആ പെൺകുട്ടി 10ാം ക്ലാസ്സും ആയിരുന്നേ. ആദ്യമൊക്കെ ജസ്റ്റ് ഫ്രണ്ട്സായിട്ടാണ് ഇരുന്നെങ്കിലും എപ്പോഴേക്കോ ഞങ്ങൾ തമ്മിൽ ഒരു വൈബ് ഉണ്ടാവുന്നതായിട്ട് ഞങ്ങൾക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതായത് ഞാൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു ആ കാര്യമായിരിക്കും അവൾ എന്നോട് ചോദിക്കുന്നത്, അതുപോലെ അവൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സംസാരത്തിനിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അറിയാണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടും അതുപോലെ വഴക്കുകളും പരിഭവങ്ങളും എല്ലാം കൂടിക്കൊണ്ടേയിരുന്നേ. ഓരോ വഴക്കാവും തോറും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത്. കാരണം അത്രത്തോളം സ്പെഷ്യലായ ഒരു ഗേളായിരുന്നു ഈ ഒരു പെൺകുട്ടി. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു 1.5-2 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഷീ ഈസ് മൈ ബെസ്റ്റ് പാർട്ട് എന്നുള്ള കാര്യം. അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഈ ഒരു പെൺകുട്ടി എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ ഈ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഈ പെൺകുട്ടിയുടെ പേരാണ് പാർവതി എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ പാറു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കെപ്പോഴും ഞങ്ങൾ തമ്മിലുള്ളൊരു കോണ്ടാക്റ്റ് ഫുള്ളായിട്ട് നിന്നു പോവുകയാണ്. ഏകദേശം ഒരു 1-2 മാസത്തോളം ഞങ്ങൾ യാതൊരു കോണ്ടാക്റ്റുമില്ല, കോളില്ല, സംസാരമില്ല, ചാറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നേ. ആ ഒരു മാസത്തെ ഡിസ്റ്റൻസിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇനി നമ്മൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും 2 ഡിസ്ട്രിക്റ്റാണ്. അതുപോലെ നേരിട്ട് കണ്ട് സംസാരിക്കാനോ അങ്ങനെ യാതൊരു വഴിയില്ല. സോ അത് അങ്ങ് സ്പ്ലിറ്റായി പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഒരു ഫോൺ കോൾ എടുത്തപ്പോൾ